കൃഷ്ണ പ്രണാമം. ശ്രീ ഭഗവാനുവാചയിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം. ശ്രീ ഭഗവാനുവാചയിലൂടെ അമൂല്യമായ ആധ്യാത്മിക വിഷയങ്ങൾ വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ശ്ലോകം 2-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം: ശ്രീ ഭഗവാനുവാച അശോചാനന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗദാസോ ന ഗദാസോം ച നാനുശോചന്തി പണ്ഡിതഃ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ മന്ദഹാസത്തോടെ ദുഃഖിതനായ അർജുനനോട് ഇരു സൈന്യങ്ങളുടെ നടുവിൽ വെച്ച് പറയുന്ന വാക്കുകളാണിത്. ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ഒരുപോലെ കേൾക്കാൻ അർഹതയുള്ളതാണ് ഭഗവത്ഗീത എന്ന സാരം. ഭഗവത്ഗീത വചനങ്ങൾ ഏവർക്കും കേൾക്കാവുന്നതാണ്. നമുക്ക് ഈ ശ്ലോകത്തിന്റെ വിവർത്തനം കേൾക്കാം. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുകയാണ്: നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും ആവശ്യമില്ലാത്തതിനെ പറ്റി ദുഃഖിക്കുകയും ചെയ്യുന്നു. ബുദ്ധിമാന്മാർ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാകട്ടെ മരിച്ചവരെ കുറിച്ചാകട്ടെ വിലപിക്കാറില്ല. അധർമ്മത്തിനെതിരെയുള്ള ധർമ്മയുദ്ധമാണ് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് നടക്കുവാൻ പോകുന്നത്. ക്ഷത്രിയനായ അർജുനന്റെ കടമയാണ് തന്റെ രാജ്യത്തെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുക എന്നത്. എന്നാൽ വില്ലാളി വീരനായ അർജുനൻ ഹൃദയ ദൗർബല്യം മൂലം തന്റെ കടമ നിർവഹിക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ്. അദ്ദേഹം ഭഗവാൻ കൃഷ്ണനോട് പറയുകയാണ്: ഗോവിന്ദ, ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന്. എന്നിട്ട് അദ്ദേഹം പണ്ഡിതനെ പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്: ഗുരുജനങ്ങളെ കൊന്നിട്ട് നാം ആസ്വദിക്കുന്ന സുഖങ്ങൾ രക്തപങ്കിലമായിരിക്കും. ധൃതരാഷ്ട്രപുത്രന്മാരെ വധിച്ചിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്നിങ്ങനെ. ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ ഗുരുവാണ്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംഭാഷണം ഗൗരവമുള്ളതാണ്. തന്റെ ശിഷ്യന്റെ അജ്ഞത അകറ്റുക എന്നത് ഒരു ഗുരുവിന്റെ കടമയാണ്. ഇവിടെ അർജുനന്റെ അജ്ഞത മൂലമുള്ള വാക്കുകൾ കേട്ട് ഭഗവാൻ അർജുനനെ പരോക്ഷമായി വിഡ്ഢി എന്ന് വിളിച്ചുകൊണ്ട് ഗുരുവിന്റെ നിലപാടെടുത്തുകൊണ്ട് അർജുനനെ ശാസിക്കുകയാണ്. നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും ആവശ്യമില്ലാത്തതിനെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യുന്നു. പണ്ഡിതൻ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാകട്ടെ മരിച്ചവരെ കുറിച്ചാകട്ടെ ഓർത്ത് വിലപിക്കാറില്ല. ഒരു യഥാർത്ഥ പണ്ഡിതന് നന്നായി അറിയാം, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ ശരീരം. എന്നാൽ അതിൽ വാഴുന്ന ആത്മാവ് ശാശ്വതനാണ്. ശരീരം നശിക്കുമ്പോൾ ഈ സ്ഥൂല ശരീരം വെടിഞ്ഞ് ആത്മാവ് തന്റെ കർമ്മത്തിനനുസരിച്ച് മറ്റൊരു ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നു. ആത്മാവ് ധരിക്കുന്ന വെറും വസ്ത്രങ്ങൾ മാത്രമാണ് ശരീരം. ഇങ്ങനെ അറിയുന്ന ഒരു പണ്ഡിതൻ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാവട്ടെ മരിച്ചവരെ കുറിച്ചാവട്ടെ ഓർത്തു ദുഃഖിക്കുകയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ അല്പം ധനമുണ്ടെന്നിരിക്കട്ടെ, അതൊരാൾ കവർന്നു കൊണ്ടുപോയാൽ നാം ദുഃഖിക്കുക തന്നെ ചെയ്യും. എന്നാൽ ആ ധനം നമ്മുടെ സുഹൃത്താണ് എടുത്തത് എന്നും അദ്ദേഹം തിരിച്ചു തരും എന്ന ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ നാം ദുഃഖിക്കുകയില്ല. ആത്മാവ് ശാശ്വതനാണ്, അത് നശിക്കുകയില്ല എന്ന അറിവ് നമുക്കുണ്ടെങ്കിൽ നാം ഒരിക്കലും ദുഃഖിക്കുകയില്ല. എന്നാൽ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ഭൗതിക ശരീരം. അത് നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരു നാൾ നശിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ബാഹ്യമായ സൗന്ദര്യത്തിൽ അത്യധികം ആകൃഷ്ടനായി. ഇത് മനസ്സിലാക്കിയ ആ സ്ത്രീ ആ പുരുഷന്റെ അജ്ഞത അകറ്റുവാൻ വേണ്ടി ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. അവൾ ആ പുരുഷനെ കാണുവാൻ വേണ്ടി ഒരു തീയതി ഉണ്ടാക്കി. അതിനു മുൻപ് അവൾ ഒരു ശുദ്ധീകരണ മരുന്ന് കഴിച്ചു. രാവും പകലും മലവിസർജനം നടത്തുന്ന പദാർത്ഥങ്ങൾ അവൾ നിരവധി പാത്രങ്ങളിൽ ശേഖരിച്ചു വെച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അവൾ വിരൂപയും മെലിഞ്ഞ് ഉണങ്ങിയവളുമായി മാറി. അപ്പോൾ ആ പുരുഷൻ അവളെ കാണുവാൻ വേണ്ടി വീണ്ടും അവിടെ എത്തി. ആ പുരുഷൻ ആ സ്ത്രീയോട് ചോദിച്ചു, ആ സുന്ദരിയായ സ്ത്രീ എവിടെയെന്ന്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, താനാണ് ആ സുന്ദരിയായ സ്ത്രീ എന്ന്. ഇത് വിശ്വസിക്കാൻ ആ പുരുഷൻ വിസമ്മതിച്ചു. മാത്രവുമല്ല, അദ്ദേഹം തർക്കിക്കുവാനും തുടങ്ങി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, താൻ തന്റെ ബാഹ്യമായ സൗന്ദര്യത്തിൽ നിന്നും
വേർപെട്ടിരിക്കുകയാണ് എന്ന്. അങ്ങനെ ബാഹ്യമായ സൗന്ദര്യത്തിൽ നിന്നും വേർപെട്ടിരിക്കുവാൻ പറ്റുമോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി അവൾ തൻ്റെ മലവിസർജനങ്ങൾ അടങ്ങിയ നിരവധി പാത്രങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് തൻ്റെ ശരീരമെന്നും അത് ശാശ്വതമല്ല എന്നും അദ്ദേഹത്തിന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയുണ്ടായി. യഥാർത്ഥമായ അറിവ് പദാർത്ഥത്തിന്റെയും, അതായത് ഭൗതിക ശരീരത്തിന്റെയും ജീവാത്മാവിന്റെയും ഇത് രണ്ടിന്റെയും നേതാവായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ കുറിച്ചുള്ള അറിവാണ്. ഇതറിയുന്ന ഒരാളാണ് യഥാർത്ഥ പണ്ഡിതൻ. ധർമ്മശാസ്ത്രത്തിന്റെയും അർത്ഥശാസ്ത്രത്തിന്റെയും മുകളിലാണ് ജ്ഞാനശാസ്ത്രം. ഈ 2-ാം അധ്യായത്തിലൂടെ ഭഗവാൻ അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്നത് ജ്ഞാനശാസ്ത്രത്തെ പറ്റിയാണ്. അർജുനനും ധൃതരാഷ്ട്രപുത്രന്മാരും ഗുരുജനങ്ങളും ശരീരങ്ങളെല്ലാം ആത്മാവാണെന്ന അറിവ്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ഭൗതിക ശരീരം ഇന്നല്ലെങ്കിൽ നാളെ പഞ്ചഭൂതങ്ങളിൽ അലിഞ്ഞു ചേരേണ്ടതാണ്. ആത്മാവിന്റെ അത്ര പ്രാധാന്യം ശരീരത്തിനില്ല. ഈ അറിവ് ലഭിച്ച ഒരാൾ തികഞ്ഞ വിജ്ഞാനിയാണ്. അങ്ങനെയുള്ള ഒരു പണ്ഡിതൻ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാവട്ടെ മരിച്ചവരെ കുറിച്ചാകട്ടെ വിലപിക്കാറില്ല. ഹരേ കൃഷ്ണ, പ്രണാം. ശ്രീല പ്രഭാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ.